സോ എല്ലാവർക്കും നമ്മുടെ ചാനലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ട് 2 ഇത്തിരി ലേറ്റായെന്നറിയാം, എന്നാലും സോറി ഫോർ ദാറ്റ്. അങ്ങനെ ഈ തിരക്കിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഈ കാണുന്നതാണ് കേട്ടോ. ഇതാ കണ്ടോളൂ. അവിടെ NBBൻ്റെ ആൾക്കാർ സ്പോൺസർ ചെയ്ത് യാളെന്നും പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ, കുറേ എന്ന് പറഞ്ഞാൽ 1000 സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാവരും എടുക്കാനുള്ള തിരക്കായിരുന്നു. സോ ഇതിപ്പോൾ നമ്മൾ പോണത് പഴയ അവന്യൂസിലേക്കാണ്, ലൈക്ക് അവന്യൂ 1ലേക്കാണ്. അപ്പോൾ ഇതും അവന്യൂ 2ഉം 1ഉം കൂടി കണക്റ്റഡ് ആണ്. അപ്പോൾ ആ കണക്റ്റിങ് അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ അവന്യൂസ് 1ലേക്ക് ഇപ്പോൾ വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ കുറേ ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട് കേട്ടോ, കുറേ ഉണ്ട് നടക്കാനൊക്കെ. ബൂട്ട്സ് ഫാർമസിയിലാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിലത്തെ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല രസമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. ഇവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു മുന്നൊക്കെ വന്നപ്പോൾ. ഇവിടെ ഞങ്ങൾ കുറേ വട്ടം വന്നിട്ടുണ്ട്. അമ്മ വർക്ക് ചെയ്യണ ഇവിടെ ആയതുകൊണ്ട് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. അമ്മ വർക്ക് ചെയ്യുന്ന സ്ഥലം കാണാനും അല്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് ബോൾസൊക്കെ എടുത്ത് നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് ബോളൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, കുറേ ഉണ്ട് കേട്ടോ നടക്കാനൊക്കെ. ഈ അവന്യൂസിൻ്റെ അറ്റത്തേക്ക് ലൈക്ക് എൻഡിലേക്കാണ് ബൂട്ട്സ് ഫാർമസി വരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ കണ്ടോ ട്രെയിനൊക്കെ പോകുന്നത്, ട്രെയിനിനെ കണ്ടോ, ട്രെയിനിനെ നന്നായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, അത് വരും. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ പോട്ടറി ബാനിൽ കയറി. ഈ ഫേസ്റ്റ് കാണിക്കുന്ന പിങ്ക് കളർ കംഫർട്ടുള്ള ബെഡ് തന്നെയാണ് എൻ്റെ വീട്ടിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ഫുൾ ഒബ്സർവ് ചെയ്യുന്നു. എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ ഒരു ഡ്രോവർ തുറന്നിട്ട് അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ചെറുതായിട്ട് അങ്ങ് ഇറങ്ങി ഓടി. അപ്പോഴേക്കും അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ കൂടെ തന്നെ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതാ കണ്ടോ ട്രെയിനിനെ, നല്ല രസമാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഈ കുറേ ദൂരമുള്ളപ്പോഴൊക്കെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതാ അവിടെയാണ് അമ്മ വർക്ക് ചെയ്യുന്നത്, ബൂട്ട്സ് ഫാർമസി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. നമ്മൾ അവിടേക്കാണ് പോകാൻ പോകുന്നത്. അമ്മയ്ക്ക് ഇന്ന് ഡേ ആയിരുന്നു, ലൈക്ക് രാവിലെ ആയിരുന്നു കേട്ടോ ജോലി. അപ്പോൾ ജോലി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇത് സ്റ്റാർട്ടിങ് പാർട്ട് 1 കണ്ടാൽ മനസ്സിലാവും. സോ അമ്മേൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി പോവാണ്. അപ്പോൾ അവരൊക്കെ അമ്മേനോട് വർക്ക് ചെയ്യുന്നതാണ്. അമ്മ അപ്പോൾ സ്റ്റാഫ് ഓൺലിയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അമ്മേനെ എന്തൊക്കെയോ ബാഗും സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കായിരുന്നു, പെനഡോളും സംഭവങ്ങളൊക്കെ. അപ്പോൾ ബൂട്ട്സ് ഫാർമസി എന്ന് പറയുന്നത് മെഡിസിൻസ് മാത്രമാണ് എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ട് കേട്ടോ ഡൗട്ട്. പക്ഷേ അതുമാത്രമല്ല, ഇവിടെ ഹെയർ കെയർ, സ്കിൻ കെയർ, കോസ്മെറ്റിക്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞാനും ചേച്ചി അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അമ്മ വന്നിട്ട് ഇതിൻ്റെ കഥ പറയായിരുന്നു. ഈ സ്ട്രിപ്പ് പോലത്തെ സംഭവം വെച്ചത് ഈ ഗ്ലാസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ കയറി എൻ്റെ തലയ്ക്ക് ഇടിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചതെന്നൊക്കെ പറയായിരുന്നു. സോ ഞങ്ങൾ അമ്മേൻ്റെ അവിടുത്തെ ബോട്ടിലിൽ നിന്ന് കുറച്ച് തണുത്ത വെള്ളമൊക്കെ കുടിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നു, കാരണം ഇത്രയും നടന്നതല്ലേ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചു, അമ്മയും കുറച്ച് കുടിച്ചു. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ വീണ്ടും അതിനെ തൊട്ടിനെ കയറിപ്പോയി. പിന്നെ അമ്മേൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മേനോട് വർക്ക് ചെയ്യുന്നവരെ. ഞങ്ങൾ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ പുറത്താണ് കേട്ടോ. അച്ഛൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, അച്ഛൻ പുറത്ത് നിൽക്കാണ് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ മാത്രം കയറി. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടന്നു പോകാൻ കേട്ടോ. പേസ് ലോലിപോപ്പൊക്കെ കാണിക്കുകയാണ്. ഇത് കൊക്കക്കോള തന്നെയാണ്, നല്ല ബ്ലാക്ക് കളറായിരുന്നു. അപ്പോൾ എനിക്കും കുറച്ച് ടേസ്റ്റൊക്കെ തന്നു. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര മധുരമായിരുന്നു അതിന്. അപ്പോൾ ഞാനത് അങ്ങനെ കഴിച്ചില്ല, പേസിക്ക് തന്നെ കൊടുത്തു. അച്ഛനും അമ്മയും ഭയങ്കര സംസാരത്തിൽ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടി നോക്കുമ്പോഴാണ് ഈ സൈഡത്തെ ഫ്ലവേഴ്സ് കണ്ടിട്ട് എനിക്ക് വെച്ചിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ ഫ്ലവേഴ്സ്, ഓരോ കളറായിട്ടും പല വിധത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി അതേ സ്പീഡിൽ തന്നെ തിരിച്ചു കയറി, കാരണം പുറത്തേക്ക് ഇറങ്ങി ഇനി ഇരിക്കാൻ വേറെ എവിടെ സ്ഥലമില്ല. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ചു കയറി. പിന്നെ ആ ഫ്ലവേഴ്സ് അവിടെ വെച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, അവിടേക്ക് ആ ഷോപ്സൊക്കെ ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് അവിടെ സൈഡിലൊക്കെ ഫ്ലവേഴ്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇഷ്ടപ്പെട്ട ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഇരിക്കാൻ വന്നത്. ഞങ്ങൾ തിരിച്ചിറങ്ങാൻ പോകുമ്പോൾ സ്റ്റാർബക്സ് വീണ്ടും കണ്ടു. ഞങ്ങൾ നേരത്തെ സ്ഥലം ഒന്നുകൂടി പോയി നോക്കിയപ്പോൾ ഒരു സാധനം ഉണ്ടായിരുന്നില്ല അവിടെ. എല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് നിലത്തുനിന്ന് കുറച്ചിങ്ങനെ പൊറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, കാരണം അത്രയ്ക്ക് ആൾക്കാർ വാങ്ങിയെടുത്ത് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനേഴ്സൊക്കെ വന്ന് ക്ലീൻ ചെയ്ത് പോയി. പിന്നെ ഇത് റമദാൻ സ്പെഷ്യലായിട്ട് അവർ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. വേറെ എവിടേക്കുമല്ല, കോഴിക്കോടേക്കാണ് പോകുന്നത്. അന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക.
അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് ടീ ആൻഡ് സ്നാക്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അച്ഛനാണ് ഫ്രണ്ടിൽ തന്നെ പോകുന്നത്, ചേച്ചി അമ്മ ഇതാ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് കയറാൻ പോവാണ്. പുറത്ത് ചെയേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെപ്പോഴും മുകളിലേക്ക് വിടാറാണ് പതിവ്. ഞങ്ങൾക്ക് മുകളിലാണ് ഇരിക്കാനും ഇഷ്ടം. താഴെ മുന്നേക്ക് വന്ന് പെരുന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ മുകളിൽ തന്നെയാണ് ഇരിക്കാറ്. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ഡോർ തുറന്നപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കുറച്ച് പേര് ഗ്യാങ്ങായിട്ട് നോമ്പ് തുറക്കൊക്കെ വന്നാണ്. അപ്പോൾ കുറേ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ 4 പേരായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുത്തി. ദെൻ ഞങ്ങൾ വാഷ്റൂമിൽ പോയി കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൈയൊക്കെ കഴുകി. മിറർ കണ്ടാൽ പിന്നെ അറിയാമല്ലോ, ഞാൻ വീഡിയോ എടുത്തു. ഞങ്ങളിത് പുറത്തേക്ക് പോവാണ്. ഞങ്ങൾ അച്ഛന് വേണ്ടി കാത്തിക്കാണ്. ഓർഡർ ചെയ്യാൻ അച്ഛനാണ് ഓർഡർ ചെയ്യാറ്, പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ കൈ കഴുകാൻ പോയി. ഞങ്ങൾ 3 പേരും കൈ കഴുകി വന്നതിന് ശേഷം അച്ഛൻ പോയി. ഞങ്ങൾ ഓർഡർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളല്ല, അച്ഛൻ ഓർഡർ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളോടൊക്കെ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഫുഡിന് വേണ്ടി കാത്തിക്കാണ്. അപ്പോൾ പ്ലേറ്റൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ മറ്റേ പേപ്പറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് തന്നു. ആൻഡ് പൊറാട്ടയും കറികളും എല്ലാം വന്നു. അങ്ങനെ ഞാൻ പൊറോട്ടയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പ്ലേറ്റ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്ലേറ്റൊക്കെ വെച്ചു. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ പൊറോട്ട, ഇത് മൂന്നാർ ചിക്കനാണ് കേട്ടോ. പിന്നെ ഇത് അവർ എക്സ്ട്രാ തരുന്നൊരു ചിക്കൻ്റെ കറിയാണ്. അപ്പോൾ ഇതാണ് കാന്താരി ചിക്കൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ കാന്താരി ചിക്കൻ. അപ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ മുറിച്ചു. ചിക്കനെ പതുക്കെ ഞാനിങ്ങനെ കുറച്ച് ചിക്കൻ അങ്ങനെ ഞാൻ കഴിക്കാറില്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ. അങ്ങനെ ഓവറായിട്ട് ചിക്കൻ കഴിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇതാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ കഷ്ടപ്പെട്ട് ഞാൻ പൊളിച്ചെടുത്തു. ഞാൻ പൊറോട്ടയൊക്കെ വെച്ച് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് തിന്നാൻ തോന്നുന്നു. ഓ മൈ ഗോഡ്, ഇപ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞു പോയല്ലോ. അപ്പോൾ അമ്മ നല്ലൊരു ചിക്കൻ്റെ പീസൊക്കെ എനിക്ക് തന്നു. കാരണം ഞാൻ അങ്ങനെ എല്ലുള്ള ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല, ഞാൻ എല്ലില്ലാത്തതാണ് കഴിക്കാറ്. അപ്പോൾ അമ്മേൻ്റെ കയ്യിലുള്ള നല്ല പീസ് എനിക്ക് ഇട്ട് തന്നതാണ്. നല്ല ചിക്കനാണ് കേട്ടോ ഇവിടുത്തെ. അതേപോലെ തന്നെ ഇവിടുത്തെ ചിക്കൻ കറിയും അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ പൊറോട്ട കഴിച്ചു. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു, അച്ഛൻ സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഏച്ചി ഇത് സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നാൽ ഞങ്ങൾ കഴിച്ച് കഴിയട്ടെ. സോ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴെ അപ്പോഴും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കഴിക്കുന്നത്. ഉണ്ടോ, ടേബിൾ ഫുള്ളായിരുന്നു. ഇതാണ് അവരുടെ റമദാൻ സ്പെഷ്യൽ അല്ലെങ്കിൽ നോമ്പ് തുറ സ്പെഷ്യൽ എന്നൊക്കെ പറയാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ അവർ അറേഞ്ച് ചെയ്തത്. ഇത് കുറേ ഉപ്പിലിട്ടതും പിന്നെ ഗുലാബ് ജാമ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഫുൾ ഇങ്ങനത്തെ ഐറ്റംസാണ് വെച്ചിട്ടുള്ളത്. എന്നെ കൊണ്ട് അച്ഛൻ ബില്ലൊക്കെ പേ ചെയ്തു. ഞാൻ വീട്ടിലെത്തി. അയ്യോ, നല്ല ക്ഷീണമായിരുന്നു, ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം രാത്രി 11:55 ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് നടന്നെത്തിയപ്പോഴേക്കും. ആൻഡ് അവിടെ നിന്ന് എടുത്ത കുറച്ച് പിക്ചേഴ്സ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ. So anyway, thanks for watching and ഇഷ്ടപ്പെട്ട like, share, subscribe.